ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. യാ റബ്ബനാ ലക്കൽ ഹംദു കമാ യൻബഗി ലിജലാലി വജ്ഹിക വഅളീമി സുൽത്താനിക. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് വഅൻഇം അലാ നബിയ്യിനാ വഹബീബിനാ വസയ്യിദിനാ മുഹമ്മദ് ബിൻ അബ്ദില്ലാഹ് റഹ്മത്തൻ ലിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വതആല നാം ഏവർക്കും അവൻ്റെ റഹ്മത്തും അവൻ്റെ അനുഗ്രഹങ്ങളും ദുനിയാവിലും ആഖിറത്തിലും വർഷിപ്പിച്ച് നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. പ്രിയമുള്ളവരെ, മുസ്ലിമായി നല്ല മനുഷ്യരായി അള്ളാഹുവിൻ്റെ തൃപ്തി കിട്ടുന്ന രൂപത്തിൽ ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. കേരള ഇസ്ലാഹി ക്ലാസ് റൂം, കേരള നദ്വത്തുൽ മുജാഹിദീൻ മർക്കസുദ്ദഅവയുടെ ഓൺലൈൻ പ്രബോധക സംവിധാനമാണ്, ഒരു ഔദ്യോഗിക സംവിധാനമാണ്. നമ്മൾ ഇവിടെ ആരംഭിക്കാൻ വേണ്ടി പോകുന്നത് പരിശുദ്ധ ഖുർആൻ പഠനമാണ്. ഖുർആൻ ലേണിംഗ് സ്കൂൾ എന്ന് പറയും, QLS. അപ്പോൾ ഇന്നിവിടെ ആരംഭിക്കുന്നത് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹുജറാത്ത്. നമ്മുടെ നാസറുദ്ദീൻ അൽബാനിയുടെ ഒരു പരസ്യം കണ്ടു, അദ്ദേഹം സൂറത്തുൽ ഹുജറാത്ത് ആരംഭിക്കും എന്നാണ് എഴുതിയിട്ടുള്ളത്. മറ്റൊരാൾ സൂറത്തു തബാറക്ക പറയുകയുണ്ടായി, നമ്മുടെ മുജീബ് റഹ്മാൻ പാറോപ്പടി. ഇൻഷാ അല്ലാഹ് ഇനിയിപ്പോൾ ഹുജറാത്ത് കഴിഞ്ഞിട്ട് അതെടുക്കാം. അപ്പം ആദ്യമായിട്ട് എനിക്ക് ഒരു മുഖപുര എന്നുള്ള നിലക്ക് പറയാനുള്ളത്, പ്രിയമുള്ളവരെ, ഒന്നാമതായിട്ട് ഏതൊരു കർമ്മങ്ങളും അല്ലാഹു തആല സ്വീകരിക്കണമെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് അയാൾക്ക് തൗഹീദ് വേണം. അൽ ഈമാനു ബില്ലാ, അള്ളാഹുവിലുള്ള ഈമാൻ ഉണ്ടാവണം, തൗഹീദ് ഉണ്ടാകണം. രണ്ടാമത് ആ കർമ്മം പ്രവാചകന്റെ ചര്യക്ക് അനുസൃതമായിരിക്കണം. അതോടൊപ്പം മൂന്നാമത്തെ ഒരു ഷർത്തായിട്ട് പറയുന്നത് ഇഖ്ലാസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും ഈ വിഷയത്തിൽ നമ്മൾ ഈ പഠിക്കുന്നത് വേറെന്തെങ്കിലും പഠിക്കുന്നത് പോലെയല്ല, മറിച്ച് നമ്മുടെ ആഖിറത്തിൽ, പ്രത്യേകിച്ച് ആഖിറത്തിൽ അള്ളാഹിൻ്റെ പ്രതിഫലം കിട്ടാൻ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, സ്വർഗം കിട്ടാൻ റബ്ബ് എന്നെയും ഇവിടെ കൂടിയിട്ടുള്ള അത്താവുള്ള സാഹിബ്, അസീസ് ഒറ്റയിൽ, ഷിഹാബ് കൊല്ലം ജിന, അലവി സാഹിബ് ജിദ്ദ, മുജീബ് റഹ്മാൻ പാറോപ്പടി, ഉമ്മുദുജാന അടക്കമുള്ള ആളുകളെ എല്ലാവരെയും അനുഗ്രഹിക്കാൻ, നരകത്തിൽ നിന്ന് രക്ഷിക്കാൻ, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാൻ വേണ്ടി അള്ളാഹു നമ്മെ തൃപ്തിപ്പെടാൻ വേണ്ടിയാണ് നമ്മൾ ഈ പഠനം നടത്തുന്നത്. കറകളഞ്ഞ ഇഖ്ലാസാണ് നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടത്. അള്ളാഹു അങ്ങനെയുള്ള ആത്മാർത്ഥത പാലിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തട്ടെ. ആമീൻ. ഈ ഖുർആൻ പഠനം എന്ന് മാത്രമല്ല, ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും മനസ്സിൻ്റെ ഏതെങ്കിലും ഒരു കോണിലെ ഒരു ചെറിയ ഭൗതിക തൽപരത, ഭൗതികമായിട്ടുള്ള ഒരു റിയാ, പ്രകടനപരത, റബ്ബേ ഞങ്ങളുടെ മനസ്സിൽ ആ ഒരു ചീത്ത സ്വഭാവം, ആ ഒരു ഷിർക്ക്, ചെറിയ ഷിർക്ക് എന്ന് നബി പഠിപ്പിച്ച ആ കാര്യം റബ്ബേ നീ ഒരിക്കലും നിശ്ചയിക്കല്ലേ തമ്പുരാനെ. ആമീൻ. ഇൻഷാ അല്ലാഹ് നമ്മൾ ആരംഭിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഓതുക. നിങ്ങളുടെ മുമ്പിൽ നോട്ട് ബുക്ക് വേണമെന്ന് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്, പേന വേണം എന്ന് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ അടുത്ത് ചെക്ക് ചെയ്യാനുള്ള സംവിധാനം എനിക്കുണ്ട്. ഞാൻ ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയാണെന്ന് വിചാരിച്ചിട്ട് കള്ളത്തരം ഒന്നും ഇവിടെ കാണിക്കാൻ നിൽക്കണ്ട. പേന വേണം, 2 റിയാലിൻ്റെ നോട്ട് ബുക്ക് വേണം, മനസ്സിലായല്ലോ? പിന്നെ എന്ത് ചെയ്യുക, പരമാവധി ഖുർആനൊക്കെ എടുത്ത് ഒരു നല്ല ഇഖ്ലാസിനെ കുറിച്ച് ഞാൻ പറയണ്ടായി. ഒന്നും കൂടി ഒരു ശ്രദ്ധയൊക്കെ ഉണ്ടാകണം. വുളുവൊക്കെ എടുത്ത് വരികയാണെങ്കിൽ, വുളു എടുക്കണം നിർബന്ധമോ സുന്നത്തോ ഇല്ല എങ്കിൽ പോലും നല്ലതാണ് വുളു എപ്പോഴും ഉണ്ടായിരിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു നല്ലൊരു ചിട്ടയോടുകൂടെ നിങ്ങൾ ഓരോ ആളുകളും ആഗ്രഹിക്കുക, റബ്ബേ ഈ പഠിക്കുന്ന ഖുർആനായത്ത് എൻ്റെ ഖബറിൽ എനിക്ക് ഉപകാരപ്പെടണം, എൻ്റെ ആഖിറത്തിൽ എനിക്ക് ഉപകാരപ്പെടണം. നിങ്ങൾ എല്ലാവരും കൃത്യമായിട്ടൊരു പ്രതിജ്ഞ നിങ്ങൾക്കുണ്ടാകണം. ഉണ്ടോ? അങ്ങനെ പ്രതിജ്ഞ ഉണ്ടോ നിങ്ങൾക്ക്? ഈ പഠിക്കാൻ പോകുന്ന ആയത്ത് എനിക്ക് ഖബറിലും ആഖിറത്തിലും ഉപകാരപ്പെടണം എന്ന് ആഗ്രഹമുണ്ടോ? ഓക്കെ, ഇൻഷാ അല്ലാഹ് പടച്ച റബ്ബിന് നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ആമീൻ. സഹോദരങ്ങളെ, ആദ്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നറിയോ, ഒരു 2-3 ആയത്ത് പാരായണം ചെയ്യാം. അപ്പം എല്ലാവരും അവിടെ നിന്ന് ഇങ്ങനെ പാരായണം ചെയ്തിട്ടോ, കുറച്ച് ഉച്ചത്തിൽ ഉഷാറായിട്ട് പാരായണമൊക്കെ ചെയ്തോളൂ. ഞാനും ഇവിടുന്ന് പാരായണം ചെയ്യാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ
ലാ തുഖദ്ദിമൂ ബൈന യദയില്ലാഹി വറസൂലി വത്തഖുല്ലാഹ ഇന്നല്ലാഹ സമീഉൻ അലീം. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബിയ്യ് വലാ തജ്ഹറൂ ലഹു ബിൽ ഖൗലി കജഹരി ബഅദികും ലിബഅദ് അൻ തഹ്ബതു അഅമാലുകും വഅൻതും ലാ തശ്ഉറൂൻ. ഇന്നല്ലദീന യഗുദ്ദൂന അസ്വാതഹും ഇൻദ റസൂലില്ലാഹ് ഉലൈക അല്ലദീന ഇംതഹന അല്ലാഹു ഖുലൂബഹും ലിത്തഖ്വാ ലഹും മഗ്ഫിറത്തുൻ വഅജ്റുൻ അളീം. 3 ആയത്തുകളാണ് നമ്മൾ പാരായണം ചെയ്തത്. അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ പാരായണം ചെയ്തോ? പാരായണം ചെയ്തിട്ടുണ്ടോ? പാരായണം ചെയ്തിട്ടുണ്ടോ? ഓക്കെ, പാരായണം ചെയ്തിട്ടുണ്ട് എന്നാ പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ പാരായണം ചെയ്തതൊക്കെ മലായിക്കത്തുകൾ എഴുതുന്നുണ്ട് കേട്ടോ. സഹോദരങ്ങളെ, അള്ളാഹിൻ്റെ കിതാബിൽ നിന്ന് ഒരു അക്ഷരമെങ്കിലും പാരായണം ചെയ്താൽ അവന് അതിനുള്ള നന്മയുണ്ടെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിലെ ഒരു ഹർഫ്, ഒരു അക്ഷരം പാരായണം ചെയ്താൽ എന്തുണ്ട് പറയൂ. എന്തുണ്ട് പറയൂ? നന്മയുണ്ട്. മൻ ഖറഅ ഹർഫം മിൻ കിതാബില്ലാഹ് ഫലഹു ബിഹി ഹസനത്തുൻ. ആരെങ്കിലും അള്ളാഹുവിൻ്റെ കിതാബിൽ നിന്ന് ഒരക്ഷരം പാരായണം ചെയ്താൽ ഫലഹു ബിഹി ഹസന, അവന് നന്മയുണ്ട്. ആ നന്മ വൽ ഹസനത്തു ബി അശ്രി അംസാലിഹാ, അത് 10 ഇരട്ടിയായിക്കൊണ്ട് അവന് നൽകപ്പെടും. മനസ്സിലായല്ലോ? എന്നിട്ട് പറയാണ് വലാ അഖൂലു ലക്കും അലിഫ് ലാം മീം ഹർഫുൻ. അലിഫ് ലാം മീം എന്നുള്ളത് ഒരക്ഷരമല്ല. വലാകിൻ അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ വമീമുൻ ഹർഫുൻ. ഈ 3 അക്ഷരങ്ങളും വ്യത്യസ്തമാണെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ 3 ആയത്തുകൾ പാരായണം ചെയ്ത് കാണുമെന്ന് കരുതുന്നു. നമ്മുടെ സൂറത്തിൻ്റെ പേരെന്താണ്? പ്രിയമുള്ളവരെ പറയൂ. നമ്മുടെ നമ്മളെടുക്കുന്ന സൂറത്തിൻ്റെ പേരെന്താകുന്നു? ഹുജറാത്ത്. മാഷാ അല്ലാഹ്, ഹുജറാത്തിലെ എന്താണ് ഹുജറാത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ അർത്ഥം അറിയുമോ? ഹുജറാത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? എഴുതൂ, പറയൂ. അറകൾ. വെരി ഗുഡ്. അറകൾ, മുറികൾ, റൂമുകൾ, ഇതൊക്കെ തന്നെയാണ് ഹുജറാത്ത് എന്ന് പറഞ്ഞാൽ അർത്ഥം. അറകൾ, റൂമുകൾ എന്നൊക്കെയാണ് ഇതിന് അർത്ഥം. ഹുജറാത്ത്. വിശുദ്ധ ഖുർആനിലെ ഓരോ അധ്യായങ്ങളുടെ പേരുകൾ അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട്. ഓരോ അധ്യായങ്ങൾക്കും ഇപ്പോൾ ഒരു സൂറത്തിൻ്റെ പേരെന്താണ്? പശു എന്നാണ്. വേറെ ചില സൂറത്തിൻ്റെ പേര് എന്താണ് പറയുക? തേനീച്ച എന്നാണ്, ഉറുമ്പ് എന്നാണ്. അങ്ങനെയൊക്കെയുള്ള പേരുകളുണ്ട്. ആന എന്നുള്ള സൂറത്തുണ്ട്. അതേതാണ് ആന എന്നുള്ള സൂറത്ത്? പറയൂ. ആന എന്ന പേരുള്ള സൂറത്ത് ഏതാ പ്രിയമുള്ളവരെ? വെരി ഗുഡ്. മാഷാല്ലാ, സിനാദ് മോനൊക്കെ ഉഷാറാണല്ലോ. ഫീൽ, എലഫന്റ് അല്ലേ? അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ, അതാണ്. അങ്ങനെ ഓരോ സൂറത്തുകൾക്കും ഓരോ പേരുകളാണ് ഉള്ളത്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിൽ പേര് ഹുജറാത്ത് എന്നാണ്. ഈ സൂറത്ത് വഹിയ മദനിയത്തുൻ. ഈ സൂറത്ത് എന്ത് സൂറത്താണ്? മദനിയായ സൂറത്താണ്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുകളെ 2 ഇനങ്ങളാക്കി തിരിച്ചിട്ടുണ്ട്. ഒന്ന് മദനിയായ സൂറത്ത്, മറ്റൊന്ന് മക്കിയായ സൂറത്ത്. മദനിയായ സൂറത്തുണ്ട്, മക്കിയായ സൂറത്തുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക. ഇതൊക്കെ ഞാൻ പരീക്ഷ ഉണ്ടാവും കേട്ടോ. ഇത് വെറുതെ ഒരു ക്ലാസ് അല്ല. ഒരു ചെവിയിലൂടെ കേട്ട് മറ്റേ ചെവിയിലൂടെ വിടാൻ പറ്റില്ല. നമുക്ക് പരീക്ഷ നടത്തണം. അതിനാ നോട്ട് ബുക്ക് വേണമെന്ന് പറഞ്ഞ് ഇൻഷാ അല്ലാഹ് പടച്ചോൻ തൗഫീഖ് ചെയ്യട്ടെ. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണമെന്നറിയോ? വിജയികൾക്ക് സമ്മാനമൊക്കെ തരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ മദനി, മക്കി ഇതിനൊക്കെ പലതരം ഡെഫിനിഷൻ,
പലതരം നിർവചനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മക്കി എന്ന് പറഞ്ഞാൽ മക്കത്തിറങ്ങിയതാണ്, മദനി എന്ന് പറഞ്ഞാൽ മദീനത്തിറങ്ങിയതാണ് എന്നൊക്കെ. അപ്പം എനിക്ക് പറയാനുള്ളത്, ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള ഒരു നിർവചനം എന്തെന്ന് ചോദിച്ചാൽ, മദനിയായ സൂറത്ത് എന്തെന്നാണ് എന്ന് പറഞ്ഞാൽ ഹിജ്റക്ക് ശേഷം അവതരിച്ചത്. എന്താണ് ഹിജ്റക്ക് ശേഷം അവതരിച്ചത്? വെരി ഗുഡ്. എന്താണ്? അതായത് നബിയും സ്വഹാബത്തും പരിശുദ്ധ മക്കയിൽ നിന്ന് പുണ്യഭൂമിയായ മദീനയിലേക്ക് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഹിജ്റ വന്നതിന് ശേഷം അവതീർണമായിട്ടുള്ള അധ്യായങ്ങൾക്കാണ് സൂറത്തുൻ മദനിയ, മദനിയായ സൂറത്തുകൾ എന്ന് പറയുക. അപ്പോൾ അൽ ഹുജറാത്ത് എന്ന് പറയുന്ന സൂറത്ത് മദനിയായിട്ടുള്ള സൂറത്താണ് എന്ന് അറിയുക. മനസ്സിലായല്ലോ? ശരി. പിന്നെ നമ്മൾ എന്ത് ചെയ്തു? പാരായണം ചെയ്തപ്പോൾ അഊദുവും ബിസ്മിയും ഒക്കെ പാരായണം ചെയ്യണ്ടായി അല്ലേ? അതൊക്കെ എന്താണെന്ന് ഞാൻ പറയുന്നില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം, പല തവണ കേട്ടിട്ടുള്ളതാ. എന്താ കാരണം? ആ അഊദുവും ബിസ്മിയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഖുർആൻ പഠിക്കുമ്പോൾ, ഖുർആൻ ഓതുമ്പോൾ, ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? പാരായണം ചെയ്യണം. ചില ആളുകൾ പറയാറുണ്ട് മുജാഹിദുകൾക്ക് അഊദുല്ല ബിസ്മില്ല, അവർ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അവിടെ നിന്നാണ് ഓതലേ എന്ന്. അങ്ങനെയല്ലേ പ്രിയമുള്ളവരെ? നമ്മൾ എന്ത് ചെയ്യണം? ഔദും ബിസ്മിയൊക്കെ ഉണ്ട്, ഔദും ബിസ്മിയൊക്കെ നമുക്കുണ്ട്. മുജാഹിദുകൾക്ക് മാത്രം പ്രത്യേക ഒരു മതോ പ്രത്യേക ഒരു ഖുർആനോ അങ്ങനെ ഉണ്ടോ? മുജാഹിദുകൾക്ക് മാത്രം ഖുർആൻ, സുന്നികൾക്കൊക്കെ വേറെ ഖുർആൻ, അങ്ങനല്ല. നമ്മൾക്ക് അള്ളാഹുവിൻ്റെ ഖുർആൻ അള്ളാഹുവിൻ്റെ കിതാബാണ്. മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണ്. ആ ചര്യയിൽ എങ്ങനെയായിരുന്നു സ്വഹാബികളൊക്കെ ഖുർആന് പാരായണം ചെയ്യുമ്പോൾ, നമസ്കാരത്തിൽ ഫാത്തിഹ പാരായണം ചെയ്യുമ്പോൾ എങ്ങനെയായിരുന്നു എന്ന് ഹദീസിലുണ്ട്. അവിടെ വളരെ കൃത്യമായിട്ട് വന്നിട്ടുള്ള എന്താണ്? അവര് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് മുതലാണ് ഉച്ചത്തിൽ പാരായണം ചെയ്യൽ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഔദും ബിസ്മിയൊക്കെ നമ്മൾ മൗനമായിട്ട് പാരായണം ചെയ്ത് ഫാത്തിഹയിലെ അൽഹംദു മുതൽ നമുക്ക് ഉറക്കെ പാരായണം ചെയ്യാം ഇമാമാണെങ്കിൽ. ഇനി അല്ലാത്ത ആളുകളാണെങ്കിലോ അത് മൗനമായിട്ട് പിന്നെ പാരായണം ചെയ്യേണ്ടതുണ്ട്. മനസ്സിലായല്ലോ? ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യുന്നറിയോ? പിന്നെ ഖുർആനിൽ പറഞ്ഞതാണ് എന്ത്? നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അള്ളാഹുവിൽ രക്ഷ തേടണം. ഇദാ ഖറഅതൽ ഖുർആന ഫസ്തഇദ് ബില്ലാഹ്, 16-ാം അധ്യായമായ സൂറത്തുൻ നഹ്ലിൽ ആയത്താണ്. മനസ്സിലായല്ലോ? അള്ളാഹുവിനോട് രക്ഷ തേടണം. ഇങ്ങനെ അള്ളാഹുവിനോട് രക്ഷ തേടുന്നതിന് എന്താ പറയുക? ഇസ്തിആദ എന്ന് പറയുക. എന്താ പറയുക? ഇസ്തിആദ. ഇസ്തിആദ എന്ന് പറഞ്ഞാൽ രക്ഷ തേടൽ. ഇസ്തിആദ, രക്ഷ തേടൽ. ഇതാ ഇങ്ങനെയാണ് രേഖപ്പെടുത്തുക. അൽ ഇസ്തിആദ, രക്ഷ തേടൽ. അതിനാണ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയാം. ഇനി ബിസ്മി ചെല്ലണം. ബിസ്മിക്ക് എന്താ പറയാ? അൽ ബസ്മല. ബിസ്മി ചൊല്ലുന്നതിന് എന്താ പറയാ? ബസ്മല. അൽ ബസ്മല. ബസ്മല പറഞ്ഞാൽ അതാണ് ബിസ്മിക്ക് പറയാം. ഇങ്ങനെ ചില പദങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇതൊക്കെ ഇപ്പോൾ നമ്മൾ ഒരാൾ മരണപ്പെട്ടത് കേട്ട് കഴിഞ്ഞാൽ എന്താ പറയുക? ഒരാൾ മരിച്ചു എന്ന് കേട്ടാൽ നിങ്ങൾ എന്താ പറയുക? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയൂലേ? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇത് മരണപ്പെട്ടാൽ മാത്രമല്ല നമ്മൾ പറയേണ്ടത്, മറിച്ച് എന്താണ് ഖുർആൻ തന്നെ പറയുന്നത്? ഇദാ അസ്വാബതുഹും മുസീബ, അവർക്ക് മുസീബത്ത് ബാധിച്ചാൽ, വലിയ പ്രയാസങ്ങൾ ബാധിച്ചാൽ, കാലു അവർ പറയും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മനസ്സിലായല്ലോ? അപ്പോൾ അത് വേറെ വിഷയമാണ്. ഞാനിപ്പോൾ അത് എന്തിനാ പറയുന്നത് വെച്ചാൽ സുഹൃത്തുക്കളെ, ഈ ഓരോ പദത്തിനും ഇപ്പോൾ പിന്നെ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇസ്തിആദ, ബസ്മല, ഇങ്ങനെയുള്ള കുറേ പദങ്ങളുണ്ട്. ഇപ്പോൾ തഹ്മീദ്, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ എന്ന് നമ്മൾ എന്ത് പറയും? ഹംദ് അല്ലേ? തക്ബീറിന് അല്ലാഹു അക്ബർ. അതുപോലെ പിന്നെ തസ്ബീഹ്,
സുബ്ഹാനല്ലാ എന്നിങ്ങനെ പറയും. ഇങ്ങനെയൊക്കെയുള്ള ചില പദങ്ങൾ ഇസ്ലാമിലുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞത്. ശരി, നമുക്ക് എന്ത് ചെയ്യുന്നറിയോ, ഇനി ആയത്തുകളിലേക്ക് കടക്കാം. എന്താണ് ആയത്ത്? യാ അയ്യുഹല്ലദീന ആമനൂ. ഒന്നുകൂടി എല്ലാവരും പാരായണം ചെയ്ത് നോക്കൂ. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുഖദ്ദിമൂ ബൈന യദയില്ലാഹി വറസൂലി വത്തഖുല്ലാഹ ഇന്നല്ലാഹ സമീഉൻ അലീം. ശരി, യാ അയ്യുഹല്ലദീന ആമനൂ, ഇതാണ് ആദ്യമുള്ളത് അല്ലേ. അപ്പം ഞാൻ തഫ്സീർ ഇബ്നു കസീർ കുറച്ച് വായിക്കാം, നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം. ഹാദിഹി ആദാബുൻ അദ്ദബല്ലാഹു ബിഹാ ഇബാദഹു അൽ മുഅ്മിനീന ഫീമാ യുആമിലൂന ബിഹി റസൂല സല്ലല്ലാഹു അലൈഹി വസല്ലം മിന തൗഖീരി വൽ ഇഹ്തിറാമി വത്തബ്ജീലി വൽ ഇഅ്ലാം എന്ന് പറഞ്ഞാൽ എല്ലാവരും ശ്രദ്ധിക്കുക. ഈ സൂറത്തിലൂടെ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ സത്യവിശ്വാസികളെ അല്ലാഹു തആല ചില മര്യാദകളും ശിക്ഷണങ്ങളും പഠിപ്പിക്കുകയാകുന്നു. എന്താണ് ആ മര്യാദകൾ? യുആമിലൂന ബിഹിർ റസൂല സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എങ്ങനെയാണ് വർത്തിക്കേണ്ടത്, പ്രവാചകനോട് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് പഠിപ്പിക്കാൻ ഈ സൂറത്തിലൂടെ. അത്തൗഖീർ, റസൂലിനോടുള്ള ഗാംഭീര്യത, വൽ ഇഹ്തിറാം, ബഹുമാനം, വത്തബ്ജീൽ, റസൂലുള്ളാഹിന്റെ ആ മഹത്വം, വൽ ഇഅ്ലാം, റസൂലുള്ളാഹിന്റെ ആ ഔന്നിത്യം, ഇതൊക്കെ വകവെച്ചുകൊണ്ട് ഓരോ ആളുകളും പ്രവർത്തിക്കണമെന്ന് ഉള്ള അദബും ശിക്ഷണമൊക്കെ പഠിപ്പിക്കാണ് ഈ സൂറത്തിലൂടെ ചെയ്യുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ, അതിനെന്താ നമ്മൾ അർത്ഥം പറയാറുള്ളത്? അല്ലയോ സത്യവിശ്വാസികളെ, അല്ലേ? അല്ലയോ, അല്ലെങ്കിൽ ഹേ സത്യവിശ്വാസികളെ എന്ന് പറയാറുണ്ട്. ഹേ സത്യവിശ്വാസികളെ എന്ന് പറയാറുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമല്ലേ. പക്ഷേ എന്നാ കേട്ടോളൂ, യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് പറഞ്ഞാൽ ഇമാം ഇബ്നു ജരീർ തൊബരി അദ്ദേഹം കൊടുക്കുന്ന അർത്ഥം എന്താ പറയുക? ജാമിഉൽ ബയാൻ ഫി തഅ്വീൽ ഖുർആൻ എന്ന് പറയുന്ന ഹിജ്റ 310 മരണപ്പെട്ട ഇമാം തൊബരി എന്നാ മരണപ്പെട്ടത്? ഏത് വർഷത്തിലാണ് മരണപ്പെട്ടത് ഇമാം തൊബരി? പറയൂ, ഇമാം തൊബരി ഏത് വർഷത്തിലാണ് മരണപ്പെട്ടത്? പറയൂ. ഹലോ, ഞാനിപ്പോൾ പറഞ്ഞു 310, ഹിജ്റ 310 വഫാത്തായിട്ടുള്ള ഇമാം ഇബ്നു ജരീർ തൊബരി അദ്ദേഹത്തിൻ്റെ ജാമിഉൽ ബയാൻ ഫി തഅ്വീലിൽ ഖുർആൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ എന്ന് പറഞ്ഞാൽ യാ അയ്യുഹല്ലദീന അഖറൂ ബിവഹ്ദാനിയത്തില്ലാഹി വബിനുബുവ്വതി നബിയിഹി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് യാ അയ്യുഹല്ലദീന ആമനൂ എന്നുള്ളതിൻ്റെ അർത്ഥം? യാ അയ്യുഹല്ലദീന അഖറൂ ബിവഹ്ദാനിയത്തില്ലാഹി, അഖറൂ അംഗീകരിച്ചവരെ, അംഗീകരിച്ചവരെ, മനസ്സിൽ ഉറപ്പിച്ച് അംഗീകരിച്ചവരെ. എന്തംഗീകരിച്ചവരെന്ന്? എന്ത് മനസ്സിൽ ഉറപ്പിച്ചവരെന്ന്? ബിവഹ്ദാനിയത്തില്ലാഹി, അള്ളാഹുവിൻ്റെ ഏകത്വം മനസ്സിലുറപ്പിച്ച് അംഗീകരിച്ചവരെ എന്ന് പറയുന്നത്. എന്നിട്ടോ വബിനുബുവ്വതി നബിയിഹി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവാചകത്വത്തെയും അംഗീകരിച്ച് സത്യപ്പെടുത്തിയവരെ. അപ്പോൾ അള്ളാഹുവിൻ്റെ ഏകത്വവും മുഹമ്മദ് എന്ന് പറയുന്ന ആ വ്യക്തിത്വം അള്ളാഹിൻ്റെ നബിയാണ് എന്നും അംഗീകരിച്ച് സത്യപ്പെടുത്തുന്ന ആളുകളെ. ഇതാണ് എന്തിൻ്റെ അർത്ഥം? എന്തിൻ്റെ അർത്ഥം കൂട്ടരെ? ഇപ്പം എന്തിൻ്റെ അർത്ഥം പറഞ്ഞത്? പറയൂ, എന്തിൻ്റെ അർത്ഥം നമ്മൾ പറഞ്ഞത്? വെരി ഗുഡ്. യാ അയ്യുഹല്ലദീന ആമനൂ എന്നപ്പോൾ വിശുദ്ധ ഖുർആനിലെ എവിടെ കണ്ടാലും അതിൻ്റെ അർത്ഥം എന്താ പറയുക നിങ്ങൾ? അതായത് അള്ളാഹുവിൻ്റെ വഹദാനിയത്ത് മനസ്സിൽ ഉറപ്പിച്ച് അംഗീകരിച്ചിട്ടുള്ളവരെയും അതോടൊപ്പം മുഹമ്മദ്
സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാന്റെ നബിയാണെന്ന് മനസ്സിലുറപ്പിച്ച് അംഗീകരിച്ചവരെയും ആണ് യാ അയ്യുഹല്ലദീന ആമനു, അവരെയാണ് ഹേ സത്യവിശ്വാസികളെ എന്ന് വിളിക്കുന്നത്. ആമന, ആമന എന്നാണ് വിശ്വസിച്ചു എന്ന് പറയുക. എന്താണ് ആമന? ആമന എന്നിങ്ങനെ എഴുതുക. ആമന വിശ്വസിച്ചു. ഫിഅല് മാളി എന്നതിന് പറയും. ഫിഅല് മാളിയാണത്. ഫിഅല് മാളി പറഞ്ഞാൽ ഭൂതകാലക്രിയ. ഭൂതകാലക്രിയ. ഫിഅല് മാളി എന്ന് പറഞ്ഞാൽ ഭൂതകാലക്രിയ, പാസ്റ്റ് ടെൻസ് എന്ന് ഇംഗ്ലീഷിൽ പറയും. ആമന അതിൻ്റെ മുളാര്യ വർത്തമാനകാലക്രിയ. വിശ്വസിക്കുന്നു, പ്രവർത്തിക്കുന്നു, ചായ കുടിക്കുന്നു. ചായ കുടിച്ചു പറഞ്ഞാൽ കുടിച്ചു കഴിഞ്ഞു, അത് ഭൂതകാലക്രിയ, കഴിഞ്ഞു പോയി, ഫിഅല് മാളി. ഇനി പിന്നെ ചായ കുടിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുടിച്ചുകൊണ്ടിരിക്കുക, നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതിനാണ് എന്ത് പറയുക? വർത്തമാനകാലക്രിയ എന്ന് പറയുക, പ്രസൻറ്റ് ടെൻസ് എന്ന് പറയുക, മുളാര്യ എന്ന് പറയുക. മനസ്സിലായല്ലോ? അതാണ് ഇവിടെ എന്ത്? യുഅ്മിനു എന്ന്. ആമന യുഅ്മിനു. ആമന യുഅ്മിനു. ആമന പറഞ്ഞാൽ വിശ്വസിച്ചു. യുഅ്മിനു. ആമന വിശ്വസിച്ചു. യുഅ്മിനു വിശ്വസിക്കുന്നു എന്നർത്ഥം. മനസ്സിലായല്ലോ? ഇനി വിശ്വാസം എന്നുള്ളതിന് എന്താ പറയുക? ഈമാൻ. ആമന യുഅ്മിനു. ഇതൊക്കെ പെട്ടെന്ന് പറഞ്ഞു പോകാൻ കാരണം നിങ്ങൾക്കിത് അറിയുന്നതാണ് സംഭവം. ഇതൊക്കെ അറിയാത്ത ആൾ അതാ. ആമന യുഅ്മിനു ഈമാൻ. ഇതാണോ ഈമാൻ? അതിൻ്റെ മസ്ദർ എന്ന് പറയും. ഫിഅല് മാളി, ഫിഅല് മുളാരി, മസ്ദർ. ഇങ്ങനെ 3 ടേമുകളാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. ആമന വിശ്വസിച്ചു, യുഅ്മിനു വിശ്വസിക്കുന്നു, വിശ്വാസം എന്നുള്ളതിന് ഈമാൻ എന്ന് പറയും. ശരി. യാ അയ്യുഹല്ലദീന ആമനു, ഹേ സത്യവിശ്വാസികളെ എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ വഹദാനിയത്തും, വഹദാനിയത്ത് എന്നർത്ഥം ഏകത്വം, അള്ളാഹുവിൻ്റെ ഏകത്വവും മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ നബിയാണെന്നുള്ള ആ കാര്യവും മനസ്സിലുറപ്പിച്ച് അംഗീകരിച്ചവരെ. എന്നിട്ട് പറയാണ് ലാ തുഖദ്ദിമൂ ബൈന യദയില്ലാഹി വറസൂലി. ലാ തുഖദ്ദിമു. ലാ എന്ന് പറഞ്ഞ അർത്ഥം, ലാ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം പ്രിയമുള്ളവരെ? ലാ എന്ന് പറഞ്ഞാൽ എന്താ? വേണ്ട, നോ. അതെ, വെരി ഗുഡ് അല്ലേ? അപ്പോൾ ലാ എന്ന് പറഞ്ഞാൽ വേണ്ട. വെരി ഗുഡ്. ആരൊക്കെ എഴുതിയിട്ടുള്ളത്? മുജീബ് റഹ്മാൻ പാറോപ്പടി എഴുതിയിട്ടുണ്ട്, അസീസ് ഒറ്റയിൽ എഴുതിയിട്ടുണ്ട്, അത്താഹ് എഴുതിയിട്ടുണ്ട്, ആയിനാമോൾ എഴുതിയിട്ടുണ്ട്, ആയിഷ എഴുതിയിട്ടുണ്ട്. എല്ലാവർക്കും അല്ലാഹു തആല നന്മ ചൊരിയട്ടെ, ആമീൻ. ഇനി ലാ എന്ന് പറഞ്ഞാൽ വേണ്ട എന്നാണ്. അപ്പോൾ ഖദ്ദമ യുഖദ്ദിമു. ഖദ്ദമ എന്നാണ് പിന്നെ ഇനിയുള്ള പഠിക്കേണ്ട പദം. ഖദ്ദമ എന്ന് പറഞ്ഞാൽ ഖദ്ദമ യുഖദ്ദിമു. ഖദ്ദമ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മുൻകടന്ന് പ്രവർത്തിച്ചു. മുൻകടക്കൽ, ഓവർടേക്ക് ചെയ്യുക എന്ന് പറയും അല്ലേ? ചില ആളുകൾ കാണാം, ഇപ്പോൾ വാപ്പിയും ഉമ്മയൊക്കെ സംസാരിക്കുമ്പോൾ ചില കുട്ടികളൊക്കെ അതിൻ്റെ ഇടയിൽ കയറി സംസാരിക്കുന്നു. അതിനൊക്കെയാണ് മുൻകടന്ന് സംസാരിക്കുക എന്നൊക്കെ പറയാം. അത് പാടില്ല. അപ്പം ഖദ്ദമ എന്ന് പറഞ്ഞാൽ അതാണ് അതിൻ്റെ അർത്ഥം. ഖദ്ദമ, ദാലിന് ഷദ്ദുണ്ട്. അതിൻ്റെ മുളാരി എന്താണ്? യുഖദ്ദിമു. യാന് ലൊമ്മാണ്. ഖദ്ദമ യുഖദ്ദിമു. അതിൻ്റെ മസ്ദർ ഖദ്ദമ പറഞ്ഞാൽ മുൻകടന്ന് പ്രവർത്തിച്ചു, യുഖദ്ദിമു പറഞ്ഞാൽ മുൻകടന്ന് പ്രവർത്തിക്കുന്നു. അപ്പം ലാ തുഖദ്ദിമു എന്ന് പറഞ്ഞാലോ മുൻകടന്ന് പ്രവർത്തിക്കരുത്, മുൻകടന്നു പ്രവർത്തിക്കരുത്. ഖദ്ദമ യുഖദ്ദിമു. അതിൻ്റെ മസ്ദർ തഖ്ദീം എന്നാണ്. തഖ്ദീം എന്നാണ്. മനസ്സിലായല്ലോ? ഖദ്ദമ യുഖദ്ദിമു തഖ്ദീം എന്നാണ് വരിക. ഖദ്ദമ യുഖദ്ദിമു തഖ്ദീം അതാണ് വരിക. ശരി. യാ അയ്യുഹല്ലദീന ആമനു ലാ തുഖദ്ദിമു, നിങ്ങൾ മുൻകടന്ന് പ്രവർത്തിക്കരുത്. മനസ്സിലായല്ലോ?
ബൈന യദയില്ലാഹി വറസൂലി. ബൈന യദയില്ല, അതൊരു പ്രത്യേകമായ പദം കേട്ടോ. ബൈന യദ എന്ന് പറഞ്ഞാൽ മുമ്പിൽ എന്നർത്ഥം. മുമ്പിൽ എന്ന് പറഞ്ഞാൽ അതൊരു ആളോടോ ഒരു ശക്തിയോടോ ഒക്കെ ചേർത്ത് പറയുന്നതാണ്. ബൈന യദയില്ല എന്ന് പറഞ്ഞാൽ അള്ളാൻ്റെ മുമ്പിൽ, അള്ളാഹുവിൻ്റെ മുമ്പിൽ എന്നർത്ഥം. അപ്പം ലാ തുഖദ്ദിമു ബൈന യദയില്ലാഹി വറസൂലി. ബൈന യദയില്ലാഹി വറസൂലി, അള്ളാഹുവിൻ്റെയും അവൻ്റെ റസൂലിൻ്റെയും മുമ്പിൽ നിങ്ങൾ മുൻകടന്ന് പ്രവർത്തിക്കരുത്. ഇതാണ് പറയുന്നത്. മനസ്സിലായല്ലോ? ശരി. അപ്പം അതായത് ഇവിടെ പറയാണ് പ്രിയമുള്ളവർ, എന്താ പറയുക, അനിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഫീ ഖൗലിഹി ലാ തുഖദ്ദിമു ബൈന യദയില്ലാഹി വറസൂലി യഖൂലു ലാ തഖൂലു ഖിലാഫൽ കിതാബി വസ്സുന്ന. അതായത് അള്ളാഹിൻ്റെ എന്താണ് ഇദാലം ആയുധാണോ, അത് എനിക്ക് മനസ്സിലായില്ല. എന്താണ് ഇടാലം? ഒന്ന് മൈക്കെടുക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? മൈക്കെടുത്ത് ചോദിക്കാൻ പറ്റുമോ? അത് മൈക്കെടുത്ത് ചോദിക്കാൻ പറ്റുകയാണെങ്കിൽ ചോദ്യം കൃത്യമായിരുന്നോ? ഓക്കെ, അന്ന് മൈക്കെടുത്തോളൂ. മൈക്കെടുത്തോ? മൈക്കെടുത്ത് പറഞ്ഞപ്പോ ഞാൻ കേട്ടില്ല. മൈക്കെടുത്തിരുന്നോ? എന്തായിരുന്നു കദ്ദമ യുക്കദ്ദിമ? അതാണോ കദ്ദമ യുക്കദ്ദിമു തഖ്ദീം? എഴുതണോ എന്ന് ചോദിക്കുന്നു. എഴുതി വെക്കണം. എഴുതി വെച്ചാൽ നന്നാകും. എഴുതി വെച്ചാൽ നന്നാകും. കാരണം എന്താ പറയുക, നമുക്ക് പരീക്ഷയൊക്കെ നടത്തണേ. ഈ കദ്ദമ പറഞ്ഞാൽ മുൻകടന്ന് പ്രവർത്തിച്ചു, യുക്കദ്ദിമ പറഞ്ഞാൽ മുൻകടന്ന് പ്രവർത്തിക്കുന്നു, തഖ്ദീം എന്ന് പറഞ്ഞാൽ മുൻകടന്ന് പ്രവർത്തിക്കൽ. ഇൻഷാ അല്ലാഹ് ഇത് നമ്മൾ റെക്കോർഡാക്കിയിട്ട് യൂട്യൂബിലിടും. ഇനിയിപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവിടെ നോക്കാം. ഇന്നത്തെ കേട്ടോ, എന്നും അങ്ങനെ ചെയ്തോളുന്നില്ല. ഇതെല്ലാം എഴുതണോ എന്നാണ് ചോദ്യം. വേണ്ട, ഈ നിങ്ങൾക്ക് ആവശ്യമുള്ളത് എഴുതിയെടുത്താൽ മതി. ആവശ്യമുള്ളത് എഴുതിയെടുക്കുക, കേട്ട് മനസ്സിലാക്കുക. ഇൻഷാ അല്ലാഹ് പിന്നീട് എന്നാലേ കേട്ട് മനസ്സിലാക്കുക വേണ്ടത്. പരീക്ഷയ്ക്ക് ഒക്കെ ഉപകാരപ്പെടും. ഇനിയിപ്പോൾ പരീക്ഷയ്ക്ക് മാർക്ക് കമ്മിയായാലും കേട്ട് മനസ്സിലാക്കുക വേണ്ടത്. അപ്പോൾ നമുക്ക് എന്താണ് ഇപ്പോൾ പറഞ്ഞത്? സത്യവിശ്വാസികളെ വിളിച്ചു പറയുക അള്ളാഹിൻ്റെയും റസൂലിൻ്റെ മുമ്പിൽ മുൻകടന്ന് പ്രവർത്തിക്കരുത്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്. ഇബ്നു അബ്ബാസ് പറഞ്ഞാൽ പ്രവാചകൻ്റെ പിതൃ സഹോദരൻ്റെ പുത്രനാണെന്ന് മനസ്സിലാക്കുക. ഇബ്നു അബ്ബാസിൻ്റെ പുത്രനാണ്. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസിൻ്റെ പുത്രനാണ്. അദ്ദേഹം പറയാണ്, പ്രമുഖ സഹാബിയായിരുന്നു അദ്ദേഹം പറയാണ് ലാ തുഖദ്ദിമു ബൈന യദയില്ലാഹി വറസൂലി എന്ന് പറഞ്ഞാൽ, എന്നുള്ള ആയത്തിന്റെ അർത്ഥം യഖൂലു ലാ തഖൂലു ഖിലാഫൽ കിതാബി വസ്സുന്ന. അള്ളാഹിന്റെ കിതാബിനും അള്ളാഹിന്റെ റസൂലിന്റെ സുന്നത്തിനും എതിരെ പ്രവർത്തിക്കാൻ പാടില്ല. എന്താണ് അതിന്റെ അർത്ഥം? അള്ളാഹിന്റെ കിതാബിനും അള്ളാഹിന്റെ റസൂലിന്റെ സുന്നത്തിനും എതിരായിട്ട് പ്രവർത്തിക്കാൻ പാടില്ല. മനസ്സിലായല്ലോ? അതാണ് ഒരർത്ഥം പറയുന്നത്. ഇനി മറ്റൊരർത്ഥം പറയുന്നത് അനിബ്നു അബ്ബാസ് ഫീ ഖൗലിഹി യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുഖദ്ദിമു ബൈന യദയില്ലാഹി വറസൂലി ഖാല നുഹു അൻ യതകല്ലമു ബൈന യദൈ കലാമിഹി. എന്താ പറയുന്നത് അറിയുന്നത്? ഇതിൻ്റെ ഒരർത്ഥം പറയുന്നത് അള്ളാഹിൻ്റെയും കിതാബിനും സുന്നത്തിനെതിരായിട്ട് പറയാൻ പാടില്ല ആരും. രണ്ടാമത്തെ അർത്ഥം മുഹമ്മദ് നബി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സംസാരിക്കരുത് എന്നർത്ഥം. കണ്ടോ? നുഹു അൻ യതകല്ലമു അല്ലെങ്കിൽ നഹൗ അൻ യതകല്ലമു ബൈന യദൈ കലാമിഹി. അള്ളാഹിൻ്റെ റസൂലിൻ്റെ ആ കലാമിൻ്റെ മുമ്പിൽ അങ്ങോട്ട് സംസാരിക്കാൻ പാടില്ല എന്നർത്ഥം. ഇതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പം ഇങ്ങനെ ഉള്ള എന്താ പറയുക പല വ്യാഖ്യാനങ്ങളുമുണ്ട്. ഇനി വേറൊരു വ്യാഖ്യാനം കേൾക്കണം നിങ്ങൾക്ക് പ്രിയമുള്ളവരെ, ശ്രദ്ധിച്ചോളൂ. ഇതൊക്കെ ഇമാം ഇബ്നു ജരീർ തൊബരി പറയാം. ഇതൊക്കെ നമ്മൾ അറിവ് കിട്ടേണ്ടത് എന്താ അറിയോ? മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു പറയാണേ,
ഉനാസും മിനൽ മുസ്ലിമീന ദബഹു ഖബല സ്വലാത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം യൗമൻ നഹ്രി ഫഅമറഹും നബിയുല്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അൻ യുഈദു ദബഹൻ ആഖർ. ഹസൻ റളിയല്ലാഹു അൻഹു പറയാണ്, എന്താണ്, പെരുന്നാൾ ദിവസം വലിയ പെരുന്നാളിനെ റസൂലുള്ളാഹി തങ്ങള് നമസ്കരിക്കുന്നതിന് മുമ്പായിട്ട് മുസ്ലിങ്ങളിൽപ്പെട്ട ചില ആളുകൾ ബലിയറുത്തു. അപ്പം നബി അവരോട് എന്ത് ചെയ്തു? വീണ്ടും ബലിയറുക്കണം, എന്നാലേ ഉളഹിയത്താകുള്ളൂ എന്ന് പറയുകയുണ്ടായി. ഇതാണ് ആര് പറയുന്നത്? ഹസൻ റളിയല്ലാഹു അൻഹു പറയുന്നത്. ഖതാദ റളിയല്ലാഹു അൻഹു പറയുന്നതും അത് തന്നെയാണ്. ഇന്ന ഉനാസൻ കാനു യഖൂലൂന ലൗ അൻസല ഫീ കദാ ലൗ അൻസല ഫീ കദാ. ഖതാദ റളിയല്ലാഹു അൻഹു എന്താ പറയുന്നത് അറിയങ്ങള്? ഇതൊക്കെ ശ്രദ്ധിക്കണം, ഇതൊക്കെ ഖുർആൻ പഠിക്കുമ്പോൾ വളരെ അടിവരയിട്ട് മനസ്സിലാക്കണം. ചില ആൾക്കാർ ഇങ്ങനെ ഖുർആനൊക്കെ ഇറങ്ങാണല്ലോ, ആയത്തുകളൊക്കെ ഇറങ്ങാണല്ലോ, അപ്പോൾ അവരെ അഭിപ്രായം പറഞ്ഞു. എന്താ പറഞ്ഞറിയെങ്കിൽ, ഇങ്ങനെ കുറച്ച് ആയത്ത് ഇറങ്ങിയെങ്കിൽ, അങ്ങനെ കുറച്ച് വിഷയങ്ങൾ വന്നെങ്കിൽ, ഇതിപ്പോൾ ആളുകൾ പറയാൻ ചിലവൊന്നുമില്ലല്ലോ, പിന്നെ അങ്ങനെ പറയാൻ തുടങ്ങുന്ന ആൾക്കാർ ഇതിൽ പറയണേ. ഈ ഇബ്നു ജരീർ ത്വബരിയുടെ തഫ്സീറിൽ പറയാണ്, അൻ ഖതാദത റളിയല്ലാഹു അൻഹു ഫീ ഖൗലിഹി യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുഖദ്ദിമൂ ബൈന യദയില്ലാഹി വറസൂലി. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഖതാദ റളിയല്ലാഹു അൻഹു പറയാണ്, ഇന്ന ഉനാസൻ കാനൂ യഖൂലൂന ലൗ ഉൻസില ഫീ കദാ ലൗ ഉൻസില ഫീ കദാ. ഇങ്ങനെ ഇന്ന വിഷയത്തിൽ ആയത്തിറങ്ങിയെങ്കിൽ, ഇന്ന വിഷയത്തിൽ അള്ളാഹു വല്ലതും അവതരിപ്പിച്ചിരുന്നെങ്കിൽ എന്നിങ്ങനെ പറയാൻ വേണ്ടിയിട്ട് തുടങ്ങി എന്നാണ് പറയുന്നത്. അപ്പോൾ അവർക്കൊക്കെ എന്താണ് പിന്നെ ഉള്ള ഒരു മറുപടിയാണ് സത്യത്തിൽ ഈ ആയത്തിൽ പറയുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുഖദ്ദിമൂ ബൈന യദയില്ലാഹി വറസൂലി. അള്ളാഹിൻ്റെയും റസൂലിൻ്റെയും മുമ്പിൽ നിങ്ങൾ മുൻകടന്ന് പ്രവർത്തിക്കരുത്, കിതാബും സുന്നത്തും അനുസരിക്കുക, റസൂലുള്ളാഹിൻ്റെ വാക്കിനെ പിന്നെ അതിരുവിട്ട് പിന്നെ സംസാരിക്കാൻ പാടില്ല. ഇനി ഇതിൻ്റെ പിന്നിൽ ഒരു സംഭവമുണ്ട്. ആ സംഭവം തൊട്ടടുത്ത ആയത്തിലാണ് അത് ശരിക്കും വരുന്നത്. അതപ്പോൾ നമുക്ക് പറയാം. ശരി, അടുത്ത ബാക്കി എന്താണെന്ന് അറിയങ്ങൾ? വത്തഖുല്ലാഹ ഇന്നല്ലാഹ സമീഉൻ അലീം. ഈ ആയത്തിന്റെ ബാക്കി എന്താണ് പ്രിയമുള്ളവരെ? വത്തഖുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വത്തഖൂ, ഇത്തഖ യത്തഖി, വത്തഖൂ, തഖ്വ. തഖ്വ എന്ന് നമ്മൾ പറയാറുണ്ടല്ലേ. എന്താ തഖ്വ എന്ന അർത്ഥം? തഖ്വ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സൂക്ഷ്മത എന്ന് നമ്മൾ അർത്ഥം പറയാറുണ്ട്, ഭക്തി എന്നർത്ഥം പറയാറുണ്ട് അല്ലേ. സൂക്ഷ്മത, ഭക്തി എന്നൊക്കെ അർത്ഥം പറയാറുള്ളത്. മഹാനായ അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ആ തഖ്വ എന്ന് പറഞ്ഞാൽ അൽ ഖൗഫ് മിനൽ ജലീൽ, അള്ളാഹിനെ കുറിച്ചുള്ള പേടിയാണെന്ന് പറയുന്നുണ്ട്. എന്നിട്ടോ വൽ അമലു ബി തൻസീൽ, അവതരിപ്പിക്കപ്പെട്ട ഖുർആൻ അനുസരിച്ച് ജീവിക്കലാണ്. അതുപോലെ വൽ ഇസ്തിഅദാദ് ലി യൗമിർ റഹീൽ, എന്താണ് അവസാന യാത്രക്ക് ഒരുങ്ങലാണ്. ഇതൊക്കെയാണ് തഖ്വ എന്ന് പറയുന്നുണ്ട്. വേറെ ചില പണ്ഡിതന്മാർ പറയാണ്, എന്താ പറയുന്നത്? അതായത് കല്ലും മുള്ളും കൊണ്ടും കുഴിയുള്ള ഒരു വഴിയിലൂടെ നടക്കുമ്പോൾ അതിലൊന്നും തട്ടാതെ കാലിനൊന്നും അപകടപ്പെടാതെ എങ്ങനെ നടക്കാൻ സൂക്ഷിക്കുന്നുവോ അതുപോലെ ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കുന്നതിനാണ് തഖ്വ എന്ന് പറയുക. ഇതൊക്കെ ശരിയാണ്, ആ അർത്ഥങ്ങളൊക്കെ ശരിയാണ്. അപ്പോൾ വത്തഖുല്ലാ, നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണം. എന്താണ് വത്തഖുല്ലാ എന്നുള്ളതിന് ഇവിടെ അർത്ഥം കൊടുത്തുള്ളതെന്ന് അറിയുങ്ങൾ കേട്ടോളൂ. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? വഖാഫുല്ലാഹ അയ്യുഹല്ലദീന ആമനൂ ഫീ ഖൗലിക്കും. വത്തഖുല്ലാ എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം വഖാഫുല്ലാ. ഖൗഫ് പറഞ്ഞ അർത്ഥം ഭയം. വഖാഫുല്ലാ, നിങ്ങൾ അല്ലാഹനെ ഭയപ്പെടണം. അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ നിങ്ങൾ അല്ലാഹനെ ഭയപ്പെടണം. ഫീ ഖൗലിക്കും, നിങ്ങളുടെ വാക്കുകളിൽ അല്ലാഹനെ ഭയപ്പെടണം. അൻ തഖൂലു മാ ലം യഅ്ദൻ ലക്കും ബിഹില്ലാഹ് വലാ റസൂലു, അല്ലാഹുവോ റസൂലോ അനുവാദം തരാത്ത കാര്യത്തിൽ നിങ്ങൾ പലതും പറയുന്നുണ്ട്. അങ്ങനെ പറയുന്നതിൽ നിങ്ങൾ അല്ലാഹനെ ഭയപ്പെടണം എന്നർത്ഥം. ഇപ്പോഴും ഉണ്ടല്ലോ ആൾക്കാർ അത് അല്ല പറഞ്ഞിട്ടുണ്ട്, റസൂല പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ അങ്ങോട്ട് പറഞ്ഞ് തട്ടി വിടന്നെ. സുബ്ഹാനല്ലാഹ്, എത്ര അപകടര. അതാണ് ഇവിടെ പറയുന്നതെന്നാ.
ഖാലല്ലാഹു അസ്സ വജൽ എന്ന് പറഞ്ഞിട്ട് ഒരുപക്ഷെ ആളുകൾ എന്ത് ചെയ്യും? അള്ള പറയാത്ത പറയും. അല്ലെങ്കിൽ അള്ള ആയത്തൊക്കെ ഇങ്ങോട്ട് ഓതും, എന്നിട്ടോ അതിൽ പിന്നെ പെടാത്ത ദുർവ്യാഖ്യാനം നടത്തും, ആയത്തിനെ വളച്ചൊടിക്കും. അതുപോലെ കാല റസൂലുള്ള എന്ന് പറഞ്ഞിട്ട് റസൂലുള്ള ഒരിക്കലും പഠിപ്പിക്കുക ചെയ്യാത്ത കാര്യങ്ങളൊക്കെ പറയും. അതാണ് ഇവിടെ ഒരർത്ഥമായിട്ട് പറയുന്നത്. വഖാഫുല്ലാ അയ്യുഹല്ലദീന ആമനൂ ഫീ ഖൗലിക്കും. ഖാഫ യഖാഫു ഖൗഫ്, ഇതിൻ്റെ മാളി മുളാരിയൊക്കെ ഇതാണ്. ഖാഫ ഖാഫ ഖാ എന്നുള്ളതിന് പുള്ളിയുണ്ട്, ഖ എന്ന് പറയണം. എന്താ എവിടെ നിന്നാ പറയാ? ഖ ഖാഫ യഖാഫു, ഖാഫറിനെ ഭയപ്പെട്ടും, യഖാഫു ഭയപ്പെടുന്നു. അതിൻ്റെ മസ്ദർ ഖൗഫ്, ഭയം, ഭയം, ഖൗഫ്. അപ്പോൾ വത്തഖുല്ലാ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. ഇന്നല്ലാഹ സമീഉൻ അലീം. ഒരു കാര്യം കൂടെ ഇതിൽ പറയാണ്, നമ്മൾ നേരത്തെ വായിക്കണ്ടായി, അള്ളയും റസൂലും പറയാത്ത, അനുവദിക്കാത്ത, അനുവാദം നൽകാത്ത വിഷയത്തിൽ നിങ്ങൾ പലതും പറയുന്നുണ്ട്. അങ്ങനെ പറയരുത്, നിങ്ങൾ അള്ളാഹിനെ ഭയപ്പെടണമെന്ന് നമ്മൾ പറഞ്ഞു. എന്നിട്ട് പറയാണ് വഫീ ഗൈരി ദാലിക മിൻ ഉമൂരിക്കും, നിങ്ങളുടെ മറ്റുള്ള കാര്യങ്ങളിലും. ഇപ്പം ചില ആൾക്കാരെന്താ അറിയോ, ഇപ്പം ഈ ഉമ്മാരോ അല്ലെങ്കിൽ ആളുകളൊക്കെ ഇങ്ങനെ, അല്ലെങ്കിൽ ഉസ്താദുമാർ, അത് അള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു കുട്ടികളൊക്കെ പേടിപ്പിക്കാനേ, മദ്രസയിലെ കുട്ടികളെ അല്ലെങ്കിൽ ചെറിയ കുട്ടികളെയൊക്കെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് അള്ള പറഞ്ഞിട്ടുണ്ട്, റസൂല പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പറയുന്നത്. അതൊക്കെ തെറ്റാണ്. അങ്ങനെ നമ്മൾ പറയാൻ പാടില്ല ഏതൊരു വിഷയത്തിലും. ഇവിടെ അതാ പറയുന്നത് വഫീ ഗൈരി ദാലിക മിൻ ഉമൂരിക്കും, നിങ്ങളുടെ ഒരു വിഷയത്തിലും ഒരു കാര്യത്തിലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, അള്ളയും റസൂലും അനുവദിക്കാത്ത കാര്യങ്ങൾ നിങ്ങൾ പറയുകയും ചെയ്യരുത്. നിങ്ങൾ അള്ളാഹിനെ ഭയപ്പെടണം. വറാഖിബൂഹു, അള്ള നിങ്ങൾ നിരീക്ഷിക്കുന്നുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇന്നല്ലാഹ സമീഉൻ ലിമാ തഖൂലൂൻ. കണ്ടോ, ഇന്നല്ലാഹ സമീഉൻ അലീം എന്നാണ് ആയത്തിൻ്റെ അവസാനം, ഒന്നാമത്തെ ആയത്തിൻ്റെ അവസാനം. അപ്പം ഇന്നല്ലാഹ സമീഉൻ എന്ന് പറഞ്ഞ ഇവിടെ അർത്ഥം എന്താ കൊടുത്തിട്ടുള്ളത്? ഇന്നല്ലാഹ സമീഉൻ ലിമാ തഖൂലൂൻ, നിങ്ങൾ പറയുന്നതിനെ സംബന്ധിച്ച് അള്ളാഹു കൃത്യമായി കേൾക്കുന്നു എന്നാ. സമീഅ കേട്ടു, യസ്മഉ കേൾക്കുന്നു. സംഅ എന്നൊക്കെ പറഞ്ഞാൽ കേൾവി എന്ന് പറയും. പക്ഷെ സമീഅ എന്ന് പറഞ്ഞാലോ അങ്ങേയറ്റം കേൾക്കുന്നവൻ, എല്ലാം കേൾക്കുന്നവൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തേക്ക് പിന്നെ ഒന്നും കേൾക്കാൻ ബാക്കില്ല എന്നർത്ഥം. അങ്ങനെയുള്ളവനെയാണ് അള്ളാഹു. ഇന്നല്ലാഹ സമീഉൻ ലിമാ തഖൂലൂൻ, നിങ്ങൾ പറയുന്നതെല്ലാം അള്ളാഹു തീർച്ചയായും കേൾക്കുന്നവനാണ്. അലീമുൻ ബിമാ തുരീദൂന ബിഖൗലിക്കും ഇദാ ഖുൽതും, നിങ്ങൾ ഒരു വാക്ക് പറഞ്ഞാൽ അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് അള്ളാഹുവിന് നന്നായി അറിയാം. അലീം എന്ന് പറഞ്ഞാൽ നന്നായി അറിയുന്നവൻ, സമീഉ എന്ന് പറഞ്ഞാൽ നന്നായി കേൾക്കുന്നവൻ. അപ്പം അലീം എന്ന് പറഞ്ഞ അർത്ഥം എന്താ പറയുക? അലീമും ബിമാ തുരീദൂന ബിഖൗലിക്കും ഇദാ ഖുൽതും, നിങ്ങൾ പറഞ്ഞാൽ ആ കൗല് കൊണ്ട്, ആ വാക്ക് കൊണ്ട് എന്താണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതിനെ സംബന്ധിച്ച് അള്ളാഹുവിന് നന്നായി അറിയാം. അപ്പം നമ്മളെ ആൾക്കാരെന്താ അറിയുക, എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്നിട്ട് ഞാൻ അത് അങ്ങനെ പറഞ്ഞല്ല കേട്ടോ, പറഞ്ഞു പെട്ടു എന്ന് കണ്ടാൽ പിന്നെ ഞാൻ അങ്ങനെ പറഞ്ഞല്ല ഒക്കെ പറയും. ഒരു തരം എന്താണ് വലിയ ആളെ ഒരു പിന്നെ ഒരു ചൊറുക്കുള്ള വർത്താനം പറയുക, സത്യത്തിൽ എന്താണ് ഒരു കപട വർത്താനാണ് പറയുന്നത് ആയിരിക്കുക. അപ്പോൾ അത് നമ്മൾ പാടുള്ളതല്ല. നമ്മൾ എന്ത് ചെയ്യണം, ഇതൊക്കെ അള്ളാഹു കാണുന്നുണ്ട്, അള്ളാഹു നല്ലവണ്ണം അറിയുന്നുണ്ട് എന്നുള്ള ചിന്ത നമുക്ക് വേണം. അപ്പോൾ മനസ്സിലായല്ലോ, ഇതാണ് ഒരു ആയത്ത്. ഇതിൽ നിന്നിട്ട് പറയാണ് തഫ്സീർ ഇബ്നു ജരീർ തൊബലി പറയണ, പ്രിയമുള്ളവരെന്താ അറിയുക, ലാ യഖ്ഫ അലൈഹി ഷൈഉൻ മിൻ ലമാഇരി സുദൂരിക്കും. കണ്ടോ, നിങ്ങളുടെ ഹൃദയത്തിൽ, നിങ്ങളുടെ നെഞ്ചിൻ്റെ അകത്തുള്ള ചെറിയ വസ്തു പോലും അത് അള്ളാഹുവിന് വ്യക്തമായിട്ടറിയാം. ലാ യഖ്ഫ അലൈഹിന, അള്ളാഹുവിന് അതൊന്നും മറച്ചു വെക്കപ്പെടുകയില്ല, രഹസ്യമാക്കി വെക്കുകയില്ല എന്നർത്ഥം. അള്ളാഹുവിനെല്ലാം അറിയാം. അത് മനസ്സിൻ്റെ അടിയിലല്ലേ, ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അള്ളാഹ്ക്ക് അറിയാതെ പോകൂല. അള്ളാഹ്ക്ക് അറിയാം. വഗൈരി ദാലിക മിൻ ഉമൂരിക്കും വഉമൂരി ഗൈരിക്കും, നിങ്ങളുടെ ഓരോ കാര്യങ്ങളെ സംബന്ധിച്ചും മറ്റുള്ളവരെ കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ അള്ളാഹുവിനെ നന്നായി അറിയാം എന്നാണ് ഇവിടെ പറയുന്നത്, പ്രിയമുള്ളവരെ. അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. എന്താണ് മനസ്സിലാക്കേണ്ടത് പ്രിയമുള്ളവരെ? നമ്മുടെ ഓരോ കാര്യങ്ങളും നമ്മൾ അള്ളാഹിനെ സൂക്ഷിക്കണം, അള്ളാഹിനെ ഭയപ്പെടണം.
എന്നാണ്. കാരണം അള്ളാഹു അത് കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇനി ഇമാം ഇബ്നു കസീറിൽ അതെ മൻഫി സുദൂർ മാഫി സുദൂർ എന്ന, മൻഫി സുദൂർ അല്ല മാഫി സുദൂർ എന്ന, വഹുസ്സില മാഫി സുദൂർ. മൻഫി സുദൂർ എന്ന് പറഞ്ഞാൽ നെഞ്ചിലുള്ളവൻ എന്ന് വരും, നെഞ്ചിലുള്ളത് എന്ന് വരണമെങ്കിൽ മാഫി സുദൂർ എന്ന്. ശരി, ഞാൻ വേറൊരു അർത്ഥം പറയട്ടെ. ഇബ്നു കസീർ ഞാൻ ഇത്ര നേരം തൊബരിയിൽ നിന്നാണ് വായിച്ചത്. ഇനി വഖാല സുഫ്യാനു സൗരി, ഒരു മിനിറ്റ്, വഖാല പ്രിയമുള്ളവരെ, വഖാല സുഫിയാനു സൗരി, ഇമാം ഇബ്നു കസീർ പറയാണ്, വഖാല സുഫിയാനു സൗരി, സുഫിയാനു സൗരി പറയാണ്, ലാ തുഖദ്ദിമു ബൈന യദയില്ലാഹി വറസൂലി, അള്ളാഹുവിൻ്റെയും അവൻ്റെ റസൂലിൻ്റെയും മുമ്പിൽ നിങ്ങൾ മുൻകടന്ന് പ്രവർത്തിക്കരുത് എന്ന് പറഞ്ഞാൽ ബിഖൗലിൻ വലാ ഫിഅലിൻ, വാക്കുകൊണ്ടോ പ്രവർത്തനം കൊണ്ടോ. മനസ്സിലായല്ലേ? വാക്കുകൊണ്ടോ പ്രവർത്തനം കൊണ്ടോ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? അള്ളാൻ്റെ റസൂലിൻ്റെയും മുമ്പിൽ നിങ്ങൾ ചെയ്യരുതേ, മുൻകടന്ന് പ്രവർത്തിക്കരുതേ. മറ്റൊരു ഡിസ്കണക്റ്റഡ് ഫ്രം സെർവർ. ഹലോ, പ്രിയമുള്ളവരെ, എന്താ അറിയില്ല, ഒന്ന് കട്ടായ സംശയമുണ്ട്. പിന്നീട് ഇവിടെ പറയാണ് എന്താ പറയുന്നത് അറിയാങ്ങൾ ഒരു കാര്യം കൂടെ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ അഭിപ്രായം നമ്മൾ നേരത്തെ പറയണ്ടായി. അതിൽ ഇമാം ഇബ്നു കസീർ കൊടുത്തൊരർത്ഥം കൂടെ, ലാ തഖൂലു ഖിലാഫൽ കിതാബി വസ്സുന്ന, അള്ളാൻ്റെ കിതാബിനും അള്ളാൻ്റെ റസൂലിൻ്റെ സുന്നത്തിനും എതിരായിട്ട്, അതിനെ ഭിന്നമായിട്ട് നിങ്ങൾ സംസാരിക്കരുത് എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട്, അർത്ഥം കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പറയാണ് എന്താണ് ഇത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ, അള്ളാഹുവിൻ്റെ മുമ്പിൽ, റസൂലിൻ്റെ മുമ്പിൽ നിങ്ങൾ മുൻകടന്ന് പ്രവർത്തിക്കരുത്. ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിൻ്റെ അർത്ഥം മനസ്സിലായോ? അർത്ഥം മനസ്സിലായോ പ്രിയമുള്ളവരെ? ഒന്നുകൂടെ അർത്ഥം പറയാം. യാ അയ്യുഹല്ലദീന ആമനു, ഹേ സത്യവിശ്വാസികളെ. ഹേ സത്യവിശ്വാസികളെ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറയണ്ടായി. എന്താണ്? അള്ളാൻ്റെ വഹദാനിയത്ത് മനസ്സിലുറപ്പിച്ച് അംഗീകരിച്ചവരും, മുഹമ്മദ് നബിയുടെ സുന്നത്ത് മനസ്സിലുറപ്പിച്ച് അംഗീകരിച്ചവരും, മുഹമ്മദ് നബി അള്ളാൻ്റെ റസൂലാണ്, നബിയാണ് എന്ന് മനസ്സിലുറപ്പിച്ച് അംഗീകരിച്ചവരും, അവരെയാണ് എന്ത് വിളിക്കുന്നത്? സത്യവിശ്വാസികളെ എന്ന് വിളിക്കുന്നത്. ലാ തുഖദ്ദിമു, നിങ്ങൾ മുൻകടന്ന് പ്രവർത്തിക്കരുത്, ബൈന യദയില്ലാഹി വറസൂലി, അള്ളാഹുവിൻ്റെയും അവൻ്റെ റസൂലിൻ്റെയും മുമ്പിൽ നിങ്ങൾ അങ്ങനെ മുൻകടന്ന് പ്രവർത്തിക്കരുത്. മുവഹിദുകളെ എന്നാണ് പറയുന്നത്. അതൊക്കെ ഞാൻ അത്രയും പറയാൻ കാരണം എന്താ പറയുക, ജീവിതത്തിലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുക, എന്നിട്ട് ഷിർക്ക് ചെയ്യുക, ജാറത്തിൽ പോവുക, ദർഗയിൽ പോവുക. സുബ്ഹാനല്ലാഹ്, ഇന്നലെ ഒരു ക്ലിപ്പ് വരേണ്ടായി. ആ ക്ലിപ്പ് വേണമെങ്കിൽ ഇവിടെ പ്രദർശിപ്പിക്കണം. ആർക്കെങ്കിലും അത് അസിസ്കാക്ക് അവിടെ ക്യാമറയിൽ ഇടാൻ പറ്റുമെങ്കിൽ ഇടാം. അതായത് എന്താ പറയുക, ഈ അജ്മീർന്നോ മറ്റൊക്കെ കഞ്ചാവ് അടിച്ചിട്ട് അവിടെയുള്ള ആളുകൾ, പ്രിയമുള്ളവരെ, ജാറത്തിൽ കഴിയുന്ന പല ആൾക്കാരും നാവിൽ കമ്പി കുത്തി കയറ്റിരിക്കുക. അതുപോലെ ഒരു കവിളിലൂടെ കമ്പി കുത്തിയിട്ട് മറ്റേ പുറത്തു കൂടെ വന്നിരിക്കുക. ഇതൊക്കെ കാണിക്കുന്ന ആൾക്കാർ, ഇതൊക്കെ എന്ത് ദീനാണ് പ്രിയമുള്ളവരെ? എന്ത് തൗഹീദാണുള്ളത്? അതാണ്. അപ്പോൾ ഇവരെല്ലാം മുഅ്മിനീങ്ങളാണെന്ന് വിചാരിക്കേണ്ടതില്ല. യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഏകത്വം, അതുണ്ടോ എന്നാലേ നമുക്ക് രക്ഷയുള്ളൂ. തൗഹീദാണ് മർമ്മപ്രധാനം. യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറഞ്ഞാൽ യാ അയ്യുഹല്ലദീന അഖറു ബിവഹ്ദാനിയത്തില്ലാ വബി നുബൂവത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ പ്രവാചകത്വം. നബി പറഞ്ഞാൽ വെറൊരു മുഹമ്മദ് അല്ല, അദ്ദേഹം അള്ളാഹുവിൻ്റെ നബിയാണ്, റസൂലാണ് എന്ന് മനസ്സിൽ ഉറപ്പിച്ച് അംഗീകരിച്ച് പ്രഖ്യാപിക്കണം. അതാണ്, അങ്ങനെയുള്ളവരെയാണ് യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറയുക. അവരോട് പറയാം, നിങ്ങൾ അള്ളാഹിൻ്റെയും റസൂലിൻ്റെയും മുമ്പിൽ മുൻകടന്ന് പ്രവർത്തിക്കരുത് എന്ന്. അപ്പം നമുക്ക് തോന്നുന്നത് സ്വഹാബികളോട് മാത്രമാണ്.
സ്വഹാബികളോട് മാത്രമാണോ പ്രിയമുള്ളവരെ? അല്ല. അതിനാണ് ഞാൻ തഫ്സീർ വായിച്ചത്. എന്താ വായിച്ചത്? അള്ളാഹിന്റെ കിതാബിനും റസൂലുള്ളാഹിന്റെ സുന്നത്തിനും എതിരെ നിങ്ങൾ പ്രവർത്തിക്കരുതേ എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് മാതൃകയല്ലേ? ഞാനും നിങ്ങളും നിങ്ങളുടെ വീട്ടിലും നാട്ടിലും പ്രദേശത്തൊക്കെ എന്ത് ചെയ്യാൻ പാടില്ല? അള്ളാഹിന്റെ കിതാബിനും റസൂലുള്ളാഹിന്റെ സുന്നത്തിനും എതിരെ പ്രവർത്തിക്കരുത്. മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നിട്ട് എന്താ പറയുന്നത്? ഇന്നല്ലാഹ ഫത്തഖുല്ലാ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. ഇന്നല്ലാഹ സമീഉൻ അലീം, അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അള്ളാഹു എല്ലാം അറിയുന്നവനുമാകുന്നു. വത്തഖുല്ലാ എന്ന് പറഞ്ഞാൽ ഐഫീമ അമറക്കും ബിഹി, അള്ളാഹു നിങ്ങളോട് കൽപ്പിച്ച കാര്യത്തിൽ നിങ്ങൾ അള്ളാഹിനെ സൂക്ഷിക്കണം. ഇന്നല്ലാ സമീഉൻ റഅയിലി അഖ്വാലിക്കും, നിങ്ങളുടെ വാക്കുകൾ നിങ്ങൾ പറയുന്നതെല്ലാം നന്നായി കേൾക്കുന്നുണ്ട്. അലീം എന്ന് പറഞ്ഞാൽ നന്നായി അറിയുന്നുണ്ട്. ബിനിയാത്തിക്കുന്ന ഇവിടെ കൊടുത്തിട്ടുള്ളത്, അതായത് നിങ്ങളുടെ നിയ്യത്തുകൾ, നിങ്ങളുടെ മനസ്സിലെ ഉദ്ദേശങ്ങൾ. ഇപ്പോൾ ആരൊക്കെയാണ് കപടൻ എന്ന് നമുക്കറിയോ? ഇല്ല. പക്ഷെ ആർക്കറിയാം? അള്ളാഹ്ക്കറിയാം പ്രിയമുള്ളവരെ, ആരുടെയൊക്കെ മനസ്സിലാണ് കാപട്യമുള്ളത്. ഇപ്പം എത്ര ആളുകൾ നമ്മോട് ഇങ്ങനെ പുഞ്ചിരിക്കും, എന്തൊരു ചിരിയായിരിക്കും, പക്ഷെ അവൻ്റെ മനസ്സ് നമുക്ക് എതിരായിരിക്കും. പക്ഷേ അതൊന്നും അള്ളാഹിൻ്റെ അടുത്ത് പറ്റൂല. അപ്പം ഈ ആയത്ത് ശരിക്കും അർത്ഥം നിങ്ങൾക്ക് കിട്ടിയോ? യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുഖദ്ദിമൂ ബൈന യദയില്ലാഹി വറസൂലി വത്തഖുല്ലാഹ ഇന്നല്ലാഹ സമീഉൻ അലീം. കിട്ടിയെന്ന് വിചാരിക്കുന്നു. അടുത്ത ആയത്തും കൂടെ പറയാണ് പ്രിയമുള്ളവരെ. പെട്ടെന്ന് നമുക്ക് പോകാം. എന്താണ്? യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, ലാ തർഫഉ, റഫഅ എന്ന് പറഞ്ഞാൽ ഉയർത്തി. റഫഅ എന്ന് പറഞ്ഞ അർത്ഥം ഉയർത്തി. 10 മണിയാകാനായില്ലേ? ശരി, ഈ അടുത്ത ആയത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഇന്നിപ്പോൾ തുടക്കം എന്നുള്ള ഇത്ര മതി. അടുത്ത ആയത്ത് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ എടുക്കാം ഇൻഷാ അല്ലാ. എല്ലാ തിങ്കളാഴ്ചയും 9 മണിക്ക് വരിക. 9 മുതൽ 10 മണി വരെ ഇൻഷാ അല്ലാ ഖുർആൻ ലേണിംഗ് ഉണ്ടായിരിക്കും. ഇന്നിപ്പോൾ ആകെ ഒരു 10-45 മിനിറ്റ് ആയിട്ടേ ഉള്ളൂ. പക്ഷേ സമയം 10 മണിയേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നിർത്താം. അടുത്ത ആഴ്ച അള്ളാഹു അനുഗ്രഹിക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് സമയത്ത് തന്നെ ആരംഭിക്കാം. അള്ളാഹു സുബ്ഹാനഹു തആല അനുഗ്രഹിക്കട്ടെ ഇൻഷാ അല്ലാ. അഥവാ ഒരു പക്ഷേ തിങ്കളാഴ്ച ഞാനിവിടെ ഇല്ല എങ്കിൽ ചൊവ്വാഴ്ച ക്ലാസ് ഉണ്ടാകും. നിങ്ങൾ വിഷമം വിചാരിക്കരുത്. എന്തായിരുന്നാലും ഈ ഖുർആൻ പഠനം നിങ്ങളെല്ലാവരും ഇതിന് സഹകരിക്കുക. എനിക്കും നിങ്ങൾക്കും നമുക്ക് ഒന്നിച്ച് അള്ളാഹിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിലേക്ക് പോകണം. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മൾ ഇവിടെ ഈ പറഞ്ഞതും പഠിച്ചതും ഒക്കെ നമ്മുടെ നന്മയുടെ തുലാസിൽ ഘനം തൂങ്ങുന്ന അമലായി സ്വീകരിക്കട്ടെ. ആമീൻ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على نبينا محمد والحمد لله رب العالمين.